കേരള കലാമണ്ഡലത്തിൽ ചരിത്ര തീരുമാനം ഇന്ന് നടപ്പാക്കുകയാണ്. RLV രാമകൃഷ്ണൻ അസിസ്റ്റന്റ് പ്രൊഫസറായി ഇന്ന് തൃശൂർ കലാമണ്ഡലത്തിൽ ജോലിയിൽ പ്രവേശിക്കും. ഭരതനാട്യ വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസറായാണ് അദ്ദേഹത്തിന്റെ നിയമനം. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് കലാമണ്ഡലത്തിൽ നൃത്ത അധ്യാപകനായി ഒരു പുരുഷൻ ജോലിയിൽ പ്രവേശിക്കുന്നത്. മുൻപ് 2024 കലാമണ്ഡലത്തിലെ കൂത്തമ്പലത്തിൽ ആദ്യമായി ഒരു പുരുഷൻ മോഹിനിയാട്ടം അവതരിപ്പിച്ചപ്പോഴും അതിനുള്ള അവസരം ലഭിച്ചത് RLV രാമകൃഷ്ണനായിരുന്നു. RLV രാമകൃഷ്ണൻ കലാമണ്ഡലത്തിൽ ഗവേഷക വിദ്യാർത്ഥിയായിരുന്നു. എന്നിട്ടും അവിടെ ഇതുവരെ മോഹിനിയാട്ടം അവതരിപ്പിക്കാൻ അവസരം ലഭിച്ചിരുന്നില്ല. നമ്മുടെ സമൂഹത്തിൽ അതും കലാകാരന്മാരുടെ ഇടയിൽ വർണ്ണവെറി ഇപ്പോഴും ഉണ്ടെന്ന് തെളിയിച്ച ഒരു വിഷയമായിരുന്നു കലാഭവൻ മണിയുടെ സഹോദരനും നർത്തകരുമായ രാമകൃഷ്ണനെതിരെ കലാമണ്ഡലം സത്യഭാമ ജാതി അധിക്ഷേപം നടത്തിയത്. മോഹിനിയായിരിക്കണം എപ്പോഴും മോഹിനിയാട്ടം കളിക്കുന്ന വ്യക്തികൾ. RLV രാമകൃഷ്ണനെ കാക്കയുടെ നിറമാണ്. അദ്ദേഹത്തെ മോഹിനിയാട്ടത്തിന് കൊള്ളില്ല. കാല് ഇങ്ങനെ അകത്തിവെച്ച് കളിക്കുന്ന ഒരു കലാരൂപമാണിത്. ഒരു പുരുഷൻ ഇങ്ങനെ കാലകത്തി മോഹിനിയാട്ടം കളിക്കുക എന്ന പോലെ അരോചകമായിട്ടുള്ളത് വേറെയില്ല. ആൺപിള്ളേർ മോഹിനിയാട്ടം കളിക്കുകയാണെങ്കിൽ അവർക്ക് നല്ല സൗന്ദര്യം വേണം. ആൺപിള്ളേരിൽ നല്ല സൗന്ദര്യം ഉള്ളവരുണ്ടല്ലോ. ഇവനെ കണ്ടാൽ ദൈവം പോലും എന്തിന് പെറ്റ തള്ള പോലും സഹിക്കില്ല എന്നാണ് കലാമണ്ഡലം സത്യഭാമ അന്ന് പറഞ്ഞത്. ഏതോ സ്ഥാപനത്തിൽ എന്തോ ഡാൻസ് പഠിച്ചവനെന്നാണ് രാമകൃഷ്ണനെ കുറിച്ച് സത്യഭാമ പറയുന്നത്. എന്നാൽ 1996 തൃപ്പൂണിത്തുറ RLV കോളേജിൽ മോഹിനിയാട്ട കടലിൽ നിന്ന് പഠിച്ചിറങ്ങിയ കലാകാരനാണ് രാമകൃഷ്ണൻ. 4 വർഷത്തെ ഡിപ്ലോമയും പോസ്റ്റ് ഡിപ്ലോമയും കഴിഞ്ഞതിന് ശേഷം MG യൂണിവേഴ്സിറ്റിയിൽ നിന്ന് MA മോഹിനിയാട്ടം 1ാം റാങ്കോടെ പാസ്സായിട്ടുണ്ട്. ഇതുകൂടാതെ കേരള കലാമണ്ഡലത്തിൽ നിന്ന് പെർഫോമിംഗ് ആർട്ടിൽ MPhil ടോപ്പ് സ്കോററായി പാസ്സാവുകയും അതേ സ്ഥാപനത്തിൽ തന്നെ മോഹിനിയാട്ടത്തിൽ PhD പൂർത്തിയാക്കുകയും ചെയ്തു. UGCയുടെ അസിസ്റ്റന്റ് പ്രൊഫസർ ആകുന്നതിനുള്ള നെറ്റ് പരീക്ഷയും വിജയിച്ചിട്ടുണ്ട്. ഇതുകൂടാതെ ദൂരദർശൻ കേന്ദ്രം A ഗ്രേഡഡ് ആർട്ടിസ്റ്റായി തിരഞ്ഞെടുക്കുകയും ചെയ്തിട്ടുണ്ട്. 15 വർഷത്തിലധികമായി കാലടി സംസ്കൃത സർവകലാശാലയിലും RLV കോളേജിലും മോഹിനിയാട്ട വിഭാഗം ഗസ്റ്റ് ലെക്ചറായും സേവനം ചെയ്തിട്ടുണ്ട്. ഡോക്ടർ രാമകൃഷ്ണൻ ആരാണെന്നറിയാൻ ഇത് മതിയാകും. ഒരു കലാകാരൻ എന്തൊക്കെയാണ് ജീവിതത്തിൽ നേടാൻ കൊതിക്കുന്നത് അതെല്ലാം നേടിയ ആളാണ് അദ്ദേഹം. ഇല്ലായ്മയുടെയും പട്ടിണിയുടെയും കാലങ്ങൾ താണ്ടി വന്നവനാണ് രാമകൃഷ്ണൻ. ചേട്ടൻ മണിയാണ് ഈ ഫീൽഡിൽ ഉറച്ചു നിൽക്കാൻ അനിയന് എന്നും താങ്ങായി നിന്നത്. ഒരു പട്ടികജാതിക്കാരൻ കലാപരമായി ഇത്രയും ഉയർന്ന ബിരുദങ്ങൾ നേടുമ്പോൾ, 1ാം റാങ്ക് നേടുമ്പോൾ, അയാൾക്ക് ഡോക്ടറേറ്റ് കിട്ടുമ്പോൾ സവർണരുടെ മനസ്സ് പിടയുന്നുണ്ട്. അത് സ്വാഭാവികമാണ്. തങ്ങളെക്കാൾ ഉയർന്നു പറക്കേണ്ടവരല്ല ഈ കറുത്ത പക്ഷികൾ അല്ലെങ്കിൽ ഈ കറുത്ത കാക്കകൾ എന്നാണ് അവർ ചിന്തിക്കുന്നത്. മയൂര നടനം ആടുന്നവർക്ക് കാക്കയെ ഒരിക്കലും ഇഷ്ടമാവുകയില്ല. നടൻ വിനായകനായാലും ജാസി ഗിഫ്റ്റ് ആയാലും RLV രാമകൃഷ്ണനായാലും അവരുടെ കഴിവല്ല ചിലർക്ക് പ്രധാനം. അവരൊക്കെ ഇപ്പോഴും നോക്കുന്നത് അവരുടെ നിറമാണ്, ജാതിയാണ്. എന്തായാലും കലാഭവൻ മണിയുടെ ആഗ്രഹം പോലെ അനിയൻ വലിയ കലാകാരനായി. അർഹിക്കുന്ന അംഗീകാരങ്ങളെല്ലാം അയാളെ തേടിയെത്തി. ഇപ്പോൾ കലാമണ്ഡലത്തിലെ ഔദ്യോഗിക പദവിയിലേക്കും കാലെടുത്ത് വെക്കുകയാണ് RLV രാമകൃഷ്ണൻ.